ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 2111. ഇന്ന് ഒക്ടോബർ മാസം 11-ാം തീയതി, 284-ാമത്തെ ദിവസത്തിലെത്തി. നമ്മളുടെ ഒരു വിശ്വാസമുണ്ട്, ഒരു തോന്നലും ധാരണയുമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന്. അവിടെ നമ്മൾ പരമാവധി അധ്വാനിക്കുന്നുണ്ടെന്ന്, ആത്മാർത്ഥതയിൽ ഇടപെടുന്നുണ്ടെന്ന്. അങ്ങനെ അവനവൻ്റെ അപ്പം അവനവൻ്റെ വീർപ്പുകൊണ്ട് തന്നെ കണ്ടെത്തുന്നുണ്ടെന്ന്. നമ്മളുടെ വിഭവങ്ങളും സമ്പാദ്യവും പല വിധത്തിൽ വന്നു ചേർന്നതാവാം, പാരിതോഷികമായി ലഭിച്ചതാവാം, പ്രയത്നം കൊണ്ട് നേടിയതാവാം, ഭാഗ്യക്കുറി അടിച്ചു കിട്ടിയതാവാം. എങ്ങനെ ലഭിച്ചു എന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. എങ്ങനെ അത് വിനിയോഗിക്കുന്നു എന്നതിലേക്ക് നമ്മളെ പാകപ്പെടുത്തുന്നത് എങ്ങനെ കിട്ടി എന്നതിനെ ആശ്രയിച്ചാണ്. പരിശ്രമമില്ലാതെ നേടിയ എന്തിനോടെങ്കിലും ആർക്കെങ്കിലും ഒരു അടുപ്പമുണ്ടാവുക. അവ നഷ്ടപ്പെടുമ്പോൾ വിയർപ്പൊഴുക്കി നേടിയവ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വൈകാരികതയോ വേദനയോ അനുഭവിക്കാൻ പറ്റുമോ? പറഞ്ഞു വരുന്നത്, കുറെ കൂടി നമ്മളുടെ അധ്വാനങ്ങളിൽ നമ്മൾ ഒരു ആത്മാർത്ഥത കാണിക്കണമെന്നും, ലഭിക്കുന്ന നേടുന്ന വിഭവങ്ങൾ ചെലവഴിക്കുന്നതിൽ കുറെ കൂടി ഒരു ജാഗ്രതയും വിവേകവും കാണിക്കണമെന്നാണ്. സമ്പാദ്യ വഴികളിൽ വിയർപ്പ് കണങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവ വിനിയോഗിക്കുന്ന വഴികളിൽ വിവേകവും ഉണ്ടാവില്ല കേട്ടോ. ധനികന്റെ മകൻ അലസനായിരുന്നു. അവനെ ഒന്ന് കഠിനാധ്വാനിയാക്കാനായിട്ട് അയാൾ ഒരു കർഷകന്റെ കൂടെ അയച്ചു. 1 മാസക്കാലം പണവും സമ്പാദിച്ച് തിരിച്ചു വരണം. ആ വ്യവസ്ഥയിലായിരുന്നു. നിശ്ചിത സമയത്ത് തന്നെ മകൻ സഞ്ചി നിറയെ നാണയങ്ങളുമായി മടങ്ങിയെത്തി. അവനെ കൂട്ടിക്കൊണ്ട് അവന്റെ അപ്പൻ കടൽ തീരത്തെത്തി. സഞ്ചിയിലെ നാണയങ്ങൾ ഓരോന്നായി കടലിൽ എറിയാൻ ആവശ്യപ്പെട്ടു. അവൻ അനുസരിച്ചു. വീണ്ടും മറ്റൊരു കർഷകന്റെ കൂടെ 1 മാസക്കാലം അയച്ചു. സഞ്ചിയിൽ പണയവുമായി വന്നപ്പോൾ അവനെ വീണ്ടും കടൽ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നാണയങ്ങൾ ഓരോന്നും കടലിൽ എറിയാൻ പറഞ്ഞു. അവൻ വിഷമങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ അവ അങ്ങനെ തന്നെ എറിഞ്ഞു കളഞ്ഞു. 3-ാമത്തെ കൃഷിക്കാരന്റെ കൂടെ മകനെ വിട്ടപ്പോൾ ഒരു കാര്യം അപ്പൻ ശ്രദ്ധിച്ചു. തന്റെ മകനാണെന്നുള്ള കാര്യം മറച്ചുവെച്ചു. ഇത്തവണ 1 മാസം കഴിയുമ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ സഞ്ചി നാണയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലുള്ളത് എറിയാൻ ആവശ്യപ്പെട്ടപ്പോൾ മകൻ പറഞ്ഞു, ഇത് ഞാൻ എറിയത്തില്ല, ഇത് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അതങ്ങനെ വെറുതെ എറിഞ്ഞു കളയാൻ പറ്റില്ല. കുറെ കൂടി വിവേകം ഉണ്ടാവുന്നു. എവിടെയാ? ആത്മാർത്ഥമായ അധ്വാനം ഓരോ മനുഷ്യന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതാണ് തമ്പുരാന്റെ മുന്തിരിത്തോട്ടത്തിലെ നമ്മൾ ഓരോരുത്തരുടെയും വേല. ആമേൻ.